ഇങ്ങനെ ഞാൻ ആലാപനം തുടങ്ങിയിട്ട് ഇതിന്റെ ഒരു ശാസ്ത്രീയ സംഗീതത്തിന്റെ ഒരു രീതി ഒന്ന് നമുക്ക് കൊടുത്തു നോക്കിയാലോ എന്ന് വിചാരിച്ചു. എന്റെ ദൈവം എന്നുള്ള കവിത അല്ലേ? അതെ, അത് എന്താന്ന് പറഞ്ഞാല് എന്റെ ദൈവം സ്നേഹമാണ്, സ്നേഹമാണ് എന്റെ ദൈവം. കവി പറയുന്നത് മറന്നുപോയി പറ്റുന്നു. കവി പറയുന്നത് ഈ ലോകത്തിൽ എനിക്കറിയാവുന്ന വിഷയം ഒന്ന് മാത്രമാണ്, സ്നേഹം. സ്നേഹം സ്നേഹിക്കാൻ പദം മാത്രമേ എൻ ഭാഷയെങ്കിലുള്ളൂ. 1934 ചെറിയ പ്രായത്തിലാ, 28ാമത്തെ വയസ്സിൽ എഴുതിയ കവിതയാണ്. അതുകൊണ്ട് ഇതിനൊരു ശാസ്ത്രീയ സംഗീതം കൊടുത്തു നോക്കിയാലോ? ഖരഹരപ്രിയ രാഗം. പൊന്നുഷസിന്റെ ചരിത്രമൊന്നേ പൊൽപനീർ പൂവു പഠിച്ചുള്ളൂ. പൊന്നുഷസിന്റെ ചരിത്രമൊന്നേ പൊൽപനീർ പൂവു പഠിച്ചതുള്ളൂ. വെൺമതി വന്നു വിളിക്കുമ്പോഴേ, വെൺമതി വന്നു വിളിക്കുമ്പോഴേ വെള്ളാമ്പൽ കണ്ണു തുറന്നു നോക്കൂ. പൊന്നുഷസിന്റെ ചരിത്രമൊന്നേ പൊൽപനീർ പൂവു പഠിച്ചതുള്ളൂ. സാത്വിക രശ്മിക്ക് സാത്വിക രശ്മിക്ക് മഞ്ഞുതുള്ളി ഹൃത്തിൽ പ്രവേശമനുവദിക്കൂ. സാത്വിക രശ്മിക്ക് മഞ്ഞു തുള്ളി ഹൃത്തിൽ പ്രവേശമനുവദിക്കൂ. വാസന്തയാമിനി തന്നഴകേ, വാസന്തയാമിനി തന്നഴകേ പൂങ്കുയിൽ കണ്ടു മോഹിച്ചു പോയി. പൂങ്കുയിൽ കണ്ടു മോഹിച്ചു പോയി. പൊന്നുഷസിന്റെ ചരിത്രമൊന്നേ പൊൽപനീർ പൂവു പഠിച്ചതുള്ളൂ. വിസ്തൃതം പാരിതിൽ തന്നമ്മയെ, വിസ്തൃതം പാരിതിൽ തന്നമ്മയെ മാത്രമേ പൈതലറിയുകയുള്ളൂ. ജീവിതേശന്റെ മുഖമണ്ഡലം മാത്രമേ, ജീവിതേശന്റെ മുഖമണ്ഡലം മാത്രമേ സാത്വി നിനച്ചതുള്ളൂ. ദൂരത്തു നിന്നലയാഴി വിളിച്ചുള്ളതേ പൂജോല കേട്ടതുള്ളൂ. ദൂരത്തു നിന്നലയാഴി വിളിച്ചുള്ളതേ പൂജോല കേട്ടതുള്ളൂ. പ്രേമമീ രണ്ടക്ഷരത്തിൻ പദം മാത്രമേ, പ്രേമമീ രണ്ടക്ഷരത്തിൻ പദം മാത്രമേ, പ്രേമമീ രണ്ടക്ഷരത്തിൻ പദം മാത്രമേ
എൻ ഭാഷ ഇങ്ങലുള്ളൂ എൻ ഭാഷ ഇങ്ങലുള്ളൂ പ്രേമമീ രണ്ടക്ഷരത്തിൽ പദം മാത്രമേ എൻ ഭാഷയിങ്കലുള്ളൂ പൊന്നുഷസിന്റെ ചരിത്രമൊന്നേ പതിപ്പൂവോ പഠിച്ചതുള്ളൂ പ്രേമമീ രണ്ടക്ഷരത്തിൽ പദം ധനി സനി ദപമഗതി ഗമപദനി സരി ഗമപദനി സരിഗ പ്രേമമീ രണ്ടക്ഷരത്തിൽ പദം പനിധനി ദപമഗ നിദപമഗരി ഗരി നിദഗരി നിദപദനി പ്രേമമീ രണ്ടക്ഷരത്തിൽ പദം ധനി 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 ധരി ധനി ധനി ഗാരി ധനി ധഗത്തി ധനി ധരി ധനി ധപദ നിധപമ പദനി ധരി പ്രേമമീ രണ്ടക്ഷരത്തിൽ പദം. അങ്ങനെ സ്വരമൊക്കെ പാടി ഹിന്ദിക്കാർ പറയുമ്പോലെ വാ എന്താ ഗംഭീരം. എന്നാലും ഇന്നത്തെ ഒരു കവിത എനിക്കിപ്പോ ഒരു ആലോചന വന്നത്, നമുക്ക് കുറെ കവിതകളിലെ പ്രധാനപ്പെട്ട വരികൾ എടുത്തിട്ട് നമുക്ക് സംഗീതാത്മകമാക്കിയിട്ട് പാടിക്കൂടെ? പാടാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങ് വിചാരിച്ചാൽ അത് നടക്കും. തീർച്ചയായിട്ടും. അതായത് ശാസ്ത്ര സംഗീതമായിട്ടും പാടാം, ഗാനം പോലും പാടാം. അല്ല അതുപോലെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കവിത, അതുപോലെ അങ്ങ് വിചാരിച്ചാൽ മഹാകവിയുടെ കവിതകളൊക്കെ തന്നെ അതെ ഏത് സംഗീതത്തിനും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എല്ലാം ഗാനാത്മകമാണ്. അപ്പൊ ഏതാണ്ട് രവിയേട്ട നമസ്കാരം. നമുക്ക് എല്ലാവർക്കും വേണ്ടി അതെ അതെ ഈ ഒരു കവിത ഇത് വളരെ നന്നായിട്ടുണ്ട്. ഞാൻ